നമസ്കാരം. നമ്മുടെ +2 ഹിന്ദിയുടെ മോഡൽ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ മോഡൽ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോഡൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ വന്നു. നമുക്കതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയിൽ 160 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 34 ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ മൊത്തം 160 മാർക്ക്. അതിൽ 80 മാർക്കിന്റെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിലെ ഫോക്കസ് പോയിന്റിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏകദേശം 134 മാർക്കോളം ഫോക്കസ് പോയിന്റിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫോക്കസ് പോയിന്റ് നമുക്കറിയാം ആദ്യത്തെ 2 യൂണിറ്റുകളാണ്. ഫോക്കസ് പോയിന്റിന്റെ അല്ലാതെ മറ്റു പാഠങ്ങളിൽ നിന്നായിട്ട് നമുക്ക് പാഠഭാഗത്തു നിന്ന് ഏകദേശം 24 മാർക്കിന്റെ ചോദ്യങ്ങളും മറ്റേ ജനറൽ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു 32 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖണ്ഡ് കാ അനുവാദ്, പാരഗ്രാഫിന്റെ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ വിജ്ഞാപൻ, ഒരു അഡ്വർടൈസ്മെന്റ്, പിന്നെ ഹിന്ദി ഭാഷ, അത് നമ്മൾ ജനറലായിട്ട് കരുതുകയാണ്, നമുക്ക് പഠിക്കാനുള്ളത് തന്നെയായിരുന്നു എങ്കിലും. പിന്നെ ഒരു സംവാദം, വാർത്താലാപിന്റെ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്നത് ഹിന്ദിയിലേക്കാണ്. അങ്ങനെ ഒരു 4 എണ്ണം, അങ്ങനെ 8 മാർക്ക് വെച്ച് 32 മാർക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 80 മാർക്ക് മുഴുവൻ മാർക്ക് മേടിക്കാനുള്ള വളരെ സാധ്യതകൾ ഉള്ളതാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ആ 80 മാർക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പരീക്ഷ എഴുതുമ്പോൾ. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഇതില് സമയം നമ്മൾ നോക്കണം, അതുപോലെ തന്നെ മാർക്ക് നോക്കണം. ഇത് രണ്ടും നോക്കി വേണം എഴുതാനായിട്ട്. കാരണം ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാർക്കും കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് മാക്സിമം നേടാവുന്നത് 80 മാർക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സമയം എത്ര, 2.5 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ 80 മാർക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് മേടിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യ ഭാഗം. നമ്മൾ സാധാരണ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഞാൻ പറയാം. കാരണം ഈ പരീക്ഷയ്ക്ക് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സമയവും അതുപോലെ ക്വസ്റ്റ്യന്റെ എണ്ണവും കൂടുതലായതുകൊണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ. ഒന്ന്, प्रश्न वाचन और चिंतन के लिए 20 मिनट का समय, 20 मिनट कूल ऑफ टाइम उत्तर लिखने से पहले प्रश्नों को अच्छी तरह समझने की कोशिश करें. അപ്പോൾ നന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം ഉത്തരം എഴുതാനായിട്ട്. സ്കോർ ഓർ സമയം पर ध्यान देकर उत्तर लिखिए. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും മാർക്ക് നോക്കണം. 1 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല. 2 മാർക്കിന്റെ ചോദ്യത്തിനും അതുപോലെ വേണ്ട. അപ്പൊ അതുപോലെ 8 മാർക്കിന്റെ ചോദ്യത്തിന്, 6 മാർക്കിന്റെ ചോദ്യത്തിന് അതനുസരിച്ച് എഴുതണം. അപ്പൊ അതുകൊണ്ട് മാർക്ക് നോക്കി വേണം ആൻസറുകൾ എഴുതാനായിട്ട്. സൂചനയ്ക്ക് അനുസാർ വൈകല്പിക് പ്രശ്നമൊക്കെ ഉത്തർ ലിഖിए. അതുപോലെ ചോയ്സ് നോക്കി, അതിലിപ്പോ 3 എണ്ണം നിന്നിട്ട് 2 എണ്ണം എഴുതണമെങ്കിൽ അത് അങ്ങനെ കൃത്യമായി നോക്കി മനസ്സിലാക്കി വേണം എഴുതാനായിട്ട്. നമ്മൾ കൂടുതൽ ചോയ്സ് ചെയ്യുന്ന കൂടുതൽ എല്ലാം എഴുതിയാൽ കൂടുതൽ മാർക്ക് ലഭിക്കില്ല. അപ്പൊ അതിലെ ഒന്നാമത്തെ ഭാഗം മുതൽ 34 ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് 1 തൊട്ട് അതായത് എങ്ങനെയാണ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എങ്ങനെയാണ് എഴുതുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 से 4 तक के प्रश्नों के उत्तर लिखिए. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ അതിൽ തന്നിരിക്കുന്നത് മാതൃഭൂമി എന്ന ലെസന്റെ അവസാനത്തെ 6 ലൈൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്കറിയാം,
അവസാനത്തെ 6 ലൈൻ पाकर तुझको सभी सुखों को हमने भोगा तेरा प्रतिभा कभी क्या हमसे होगा तेरी यह देह तुझी से बनी हुई है बस तेरे ही सुरसार से सनी हुई है फिर अंत समय तू ही से अचल देख अपनाएगी हे മാതൃഭൂമി यह अंत में तुझ में ही मिल जाएगी. അവസാനത്തെ 6 ലൈനാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ഉള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, दूसरों के प्रति उपकार के अर्थ में प्रयुक्त शब्द कौन सा है? അപ്പൊ അതിന്റെ മാർക്ക് നോക്കാം. 1 മാർക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ മറ്റുള്ളവരോട് ഉപകാരം ചെയ്യുക എന്നുള്ളതിന് എന്താണെങ്കിൽ ഈ കവിതയിൽ തന്നിരിക്കുന്ന വാക്ക് പ്രത്യുപകാരം, മറ്റുള്ള പ്രത്യുപകാരം, അതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, മാതൃഭൂമി के लिए कवि क्या करना चाहते हैं? അതിനും 1 മാർക്കാണ്. അപ്പൊ അതിനുത്തരം मातृभूमि के लिए कवि अपने को आत्मसमर्पण करना चाहते हैं അല്ലേ? അപ്പൊ ആ ഒരൊറ്റ സെന്റൻസിൽ മതി. അപ്പൊ അതിന് 1 മാർക്കാണ്. മൂന്നാമത്തെ ചോദ്യം, तेरा प्रत्युपकार कभी क्या हमसे होगा कभी क्यों ऐसा सोचते हैं? 2 മാർക്കാണ്. അപ്പൊ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ പോരാ, 2 മാർക്കുണ്ട്. അപ്പൊ ഉത്തരം 2ൽ കൂടുതൽ സെന്റൻസിൽ എഴുതണം. അപ്പൊ ഇങ്ങനെയാണ് माँ का स्नेह असीम है और मातृभूमि माँ का प्रतीक है और माँ की निस्वार्थ सेवाओं के लिए प्रतिपकार कभी नहीं कर सकता. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഉചിതമായ സെന്റൻസുകൾ അതിന് സൂട്ടബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. 2ൽ കൂടുതൽ സെന്റൻസുകൾ ഉപയോഗിച്ച് വേണം എഴുതാനായിട്ട്. നാലാമത്തേത്, കവിത की ആസ്വാദൻ ടിപ്പണിയിലേക്ക് കവിതാംശിക്ക്, അതായത് അവസാനത്തെ 6 ലൈനിന്റെ ആസ്വാദൻ ടിപ്പണി, അതിന് മാർക്ക് 6 മാർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആസ്വാദൻ ടിപ്പണി എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾ ധാരാളം പ്രാവശ്യം എഴുതിയിട്ടുള്ളതാണ്, അറിയും. അപ്പോൾ ആദ്യം 3 പാരഗ്രാഫായിട്ട് എഴുതണം. ആദ്യത്തെ പാരഗ്രാഫിൽ മൈഥിലി ശർമ്മഗുപ്തനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചും ഈ കവിതകളുടെ പൊതുസവിശേഷതകളെ കുറിച്ചും ഒക്കെ പറയാം. അങ്ങനെ ഒരു 3-4 സെന്റൻസുകൾ, 5-6 സെന്റൻസുകൾ പറയാം. അതിനുശേഷം ഈ അവസാനത്തെ 6 ലൈനിന്റെ വ്യാഖ്യ എഴുതണം. അതിനുശേഷം ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഇതിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളും അതിന്റെ പൊതുവായ സന്ദേശവും ഒക്കെ പറഞ്ഞ് ഒരു 2-3 സെന്റൻസിൽ ഒരു കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ ആസ്വാദന ടിപ്പണി പൂർണ്ണമാകും. 6 മാർക്കും നമുക്ക് ലഭിക്കും. അപ്പൊ അതാണ് ആദ്യത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ കഥൻ പഠേ ഓർ ഭാഷ बहादुर शाह सफर के चरित्र पर टिप्पणी लिखे. अब हंसो या रोए कोई फायदा नहीं, दिल्ली वाले मुझके रोते होगे, वे क्या यही नहीं जानते कि मैं भी उनको रोता. നിങ്ങൾ പല പ്രാവശ്യം എഴുതിയിട്ടുള്ള ചരിത്രചിത്രമാണ്. നമുക്ക് ഫോക്കസ് പോയിന്റിൽ നോക്കുമ്പോൾ ചരിത്രചിത്രമായിട്ട് ഒരെണ്ണേ ഉള്ളൂ, ബഹാദൂർ ഷാ സഫറിന്റെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ച് എഴുതിയാൽ മതി. അപ്പൊ ഈ പോയിന്റുകളെ ആധാരമാക്കി എഴുതിയാൽ മതി. പ്രത്യേകിച്ച് ഇനി അതിന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അടുത്ത ചോദ്യം, ഗദ്യാംശ പഠേ ഓർ 6 से 8 तक के प्रश्नों के उत्तर लिखिए. ഗദ്യാംശം തന്നിരിക്കുന്നു, ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നു. അത് നമ്മുടെ പാഠഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു ഭാഗമാണ്. ആ ഭാഷന്റെ ഒരു ഭാഗമാണ്. നെഹ്റുവിന്റെ നീതി സെ മിൽന എന്ന ഭാഗത്തിലെ ഒരു ഭാഗമാണ്. हमारे पीढ़ी के सबसे महान व्यक्ति की महत्वाकांक्षा रही है कि हर एक आंखों से आंसू मिट जाए. शायद ये हमारे लिए संभव न हो, पर जब तक लोगों की आंखों में आंसू है और वे पीड़ित है, तब तक हमारा काम खत्म नहीं होगा. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सकें. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് പരിചിതമായ സെന്റൻസുകളാണ്. അപ്പൊ ഇതിനെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ 6ാമത്തെ ചോദ്യം, हमारे पीढ़ी के सबसे महान व्यक्ति की महत्वाकांक्षा क्या है? നമ്മുടെ ഈ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് പറയുന്നത് ആരായിരുന്നു? അതിന്റെ ആഗ്രഹം എന്തായിരുന്നു? അല്ലെങ്കിൽ ആരായിരുന്നത് നമുക്കറിയാം അല്ലെ? ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന്റെ മഹത്വാകാംക്ഷ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? ആ സെന്റൻസിൽ പാരഗ്രാഫിൽ വരുന്നുണ്ട്. എന്താണ്? हर एक आंख से आंसू मिल जाए, എല്ലാവരുടെയും കണ്ണിലെ കണ്ണുനീര് ഇല്ലാതാക്കുക. ഗദ്യാംശ का संक्षेपण करे, അതിന് 6 മാർക്കാണ്.
അത് വളരെയധികം ശ്രദ്ധിക്കുകയാണ്. സംക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ചുരുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ 1/1 സംഗ്രഹിക്കുക എന്ന് പറയും. ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇതിലിപ്പം ഏകദേശം ഒരു 50ഓളം വാക്കുകൾ അടുത്തുണ്ട്. 50 വാക്കുകൾ അടുത്തുണ്ട്. അപ്പൊ നമ്മളത് ചുരുക്കുമ്പോൾ 15നും 20നും ഇടയ്ക്ക് അല്ല 20 വാക്കുകൾ മതി. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട വിശേഷണങ്ങളും അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ മാറ്റിക്കളഞ്ഞ് അതിലെ ആശയം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ചുരുക്കി 1-2 സെന്റൻസിലാക്കി എഴുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉചിത ശീർഷകലേക്ക് എന്ന് നല്ലൊരു ഹെഡിങ് കൊടുക്കുക. സ്വപ്നവും കാ ഭാരത് എന്നാണ് കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ നയ ഭാരത് എന്നോ അപ്പൊ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നൊരു ശീർഷകം, അതിനൊരു മാർക്കാണ് കൊടുക്കുക. ഇനി അടുത്ത ഭാഗം വായിക്കാം. कवितांश पढ़े और 9 से 12 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ അത് നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹേ, അതായത് മാതൃഭൂമിയുടെ എന്ന് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ 6 ലൈൻ ആണ്. അപ്പൊ അത് നമുക്ക് വളരെ പരിചിതമാണ്. ധാരാളം പ്രാവശ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പറയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. യഹ് കവിത കിസ് കവിത കാ അംശ ഹൈ, അറിയാലോ, അതാണ് മാതൃഭൂമി അറിയാം. ധർത്തി കാ പരിധാൻ ക്യാ ഹൈ, നീലാംബർ രത്നാകർ സൂര്യ ചന്ദ്ര, എന്താണ് നീലാംബറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ചോദ്യം. कवि ने नदियों और फूलों का वर्णन किस प्रकार किया है. അതിന് മാർക്ക് നോക്കണം. 2 മാർക്കാണ്. അപ്പം ഒറ്റ വാക്കിൽ എഴുതിയാൽ പോരാ. അപ്പൊ नदियों को बारे में क्या कहता है उसे, नदियों के बारे में कवि के अनुसार नदी क्या है, प्रेम का प्रवाह है, और फूल और तारे उनके आभूषण है. അപ്പൊ ആ കാര്യം എഴുതും. 2 മാർക്കുള്ളതുകൊണ്ട് ആ 2 സെന്റൻസ് ആയിട്ട് തന്നെ എഴുതും. ഇനി കവിതാംശിക ആശയ ലിഖേ 6 മാർക്കാണ്. ആശയ ലിഖേ എന്നാണ്, ആസ്വാദന്റെ പണിയല്ല, ആശയം. അപ്പോ ആദ്യത്തെ 6 ലൈൻ്റെ ആശയം ആണ് എഴുതേണ്ടത്. അപ്പൊ അത് എഴുതിയാൽ 6 മാർക്കും ലഭിക്കും. ഇനി അടുത്തത് നോക്കാം. കോസ്റ്റൽ സെ ചുൻകർ ലിഖേ, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു, എടുത്തെഴുതുക. 13ാമത്തെ ചോദ്യം. ദോസ്തി ഗീത് കാ സംഗീതകാർ കോൺ ഹെ. ദോസ്തി എന്നതിന്റെ മ്യൂസിക് ആരാണ് ചെയ്തത്? AR റഹ്മാൻ, RD ബർമൻ, ലക്ഷ്മികാന്ത് പ്യാരിലാൽ. ആരാണെന്നറിയാലോ അല്ലെ? RD ബർമൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി സ്വപ്ന ദേഖ്നെ വാലെ മസ്ദൂരിൻ കഹാൻ രഹത്തി ഹെ. സ്വപ്നം കാണുന്ന ആ തൊഴിലാളി എവിടെയാണ്? ചോപ്പടിമേയും ബഗലേമേയും ഫ്ലാറ്റ്മേയും എന്നാണ്. ഏതാണ് നമുക്കറിയാലോ. എവിടെയാണ്? ചോപ്പടിമേ അല്ലേ. സപ്നെ കാഫി ഹക് നഹി എന്നുള്ള കവിതയിലെ എന്നാണ്, നമുക്കറിയാം. ഇനി 15 മന്ദിർ കെ രാസ്തേ മേ ലഡ്കിയോം ക്യാ ബേച്ച് രഹി ഹി. ഏതാണ്? കുമുദ് ബേച്ച്നെ വാലി ലഡ്കി എന്നുള്ള കവിതയിൽ നിന്നാണ് അല്ലെ. ഗുലാബ് കാ ഫൂൽ, ചമ്പാ കാ ഫൂൽ, കുമുദ് കാ ഫൂൽ. അപ്പൊ ഏതാണെന്നറിയാലോ, കുമുദ് കാ ഫൂൽ അല്ലെ. വളരെ സിമ്പിൾ ആണല്ല. ഇനി അടുത്ത 16ാമത്തെ. വഹ് പട്കാ ഹുവാ പേർ കിസ് വിധാ കി രചന ഹെ. ഉപന്യാസ കഹാനി സംസ്മരൺ അല്ലെ. വഹ് പട്കാ ഹുവാ പേർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെന്താണെന്ന് നമുക്കറിയാം. അതൊരു ഓർമ്മക്കുറിപ്പാണ്, സംസ്മരണം അല്ലെ. ഉപന്യാസമല്ല, നോവലല്ല, കഹാനിയല്ല. അതെന്താണ്? സംസ്മരണമെന്ന് നമുക്കറിയാം. 1 മാർക്ക്. അടുത്ത 17ാമത്തെ. जमीन की रजिस्ट्री के एक दिन पहले पिताजी ने कहां जाने को कहा. എവിടെ അങ്ങോട്ട് പോകാനാണ് പിതാജി ആ ജമീന്റെ അല്ലെ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഒരു ദിവസം മുമ്പ്? ഖേത്ത്, ഗാവ്, ഷഹർ. എവിടെ പോകാനാണ് പറഞ്ഞത്? ഖേത്തിലേക്ക് പോകാനാണ് നമുക്കറിയാം. അടുത്തത് നമുക്ക് ജബഹി ബനമുരളി ശ്രവണ പരി ചകിത് പൈ ഗോപകന്യ സബ് കാമധാം വിസരി. അപ്പൊ സൂർദാസന്റെ ഒരു പദ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. ഫൂൽ ഗയി ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ പദസെ ചുൻകർ ലിഖേ. ഫൂൽ ഗയി മറന്നുപോയി എന്നുള്ളത്. അതാണ് ബിസരി, ചകിത് ഗയി, ശ്രവണപരി. ഏതാണെന്ന് നമുക്കറിയാലോ, ബിസരി അല്ലെ.
ഇനി मुरली की ध्यान ध्वनि में लीन प्रणयादुर दो गोपिकाओं के बीच होने वाली बातचीत लिखी. അപ്പോ രണ്ട് ഗോപികമാര് തമ്മിലുള്ള സംഭാഷണം. അപ്പൊ അതിന്റെ സഹായക സംഗീതം തന്നിട്ടുണ്ട്. മുരളി की ध्वनि की मधुरिमा, कृष्ण के प्रति अनुराग, अपने को भूल जाना. ഇത് നമുക്ക് പാഠഭാഗത്തിൽ തന്നെ തന്നിട്ടുള്ള എക്സസൈസാണ് അല്ലെ. പാഠത്തിന്റെ കവിതയുടെ അവസാനം കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഇത് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ പരീക്ഷയ്ക്ക് അത് തന്നെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. അടുത്ത 20ാമത്തെ കവിതാംശ പടി ഓർ വ്യാഖ്യ കരി. ഏതാണ് കവിത? ये दोस्ती हम नहीं तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे. ഇതിന്റെ വ്യാഖ്യ 6 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഇത് നമുക്ക് പറയുമ്പോൾ എന്താണ്, ഇത് ഷോല എന്ന ഫിലിമിലെ സോങ് ആണെന്ന് പറയാം. അതിന്റെ പാടിയിരിക്കുന്ന ആളുടെ കിഷോർ കുമാർ മന്നാഡെയാണെന്ന് പറയാം. എന്റെ സംഗീതകാർ ആർ ഡി ബർമനാണെന്ന് പറയാം. അതൊക്കെ പറയാം. അതിനുശേഷം അതിന്റെ വ്യാഖ്യയും പറഞ്ഞ് നമുക്ക് അത് പൂർണ്ണമാവും. അപ്പൊ 6 മാർക്ക് നമുക്ക് ലഭിക്കും. അടുത്തത് ജീവൻ വർത്ത് പടേ ഓർ കുവർ നാരായണന്റെ ബാരേമേ ഒക്കെ അനുച്ഛേദം ലഭിക്കും. അപ്പോ കുവർ നാരായണനെ കൊണ്ട് ജീവൻ വർത്ത് ആണ്. അപ്പൊ അതിന്റെ നമ്മുടെ പുസ്തകത്തില് കുവർ നാരായണനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം. അല്ല അതിന്റെ ഇവിടെ തന്നിരിക്കുന്ന നാമുണ്ട്, ജന്മമുണ്ട്, സ്ഥാനമുണ്ട്, ജന്മസ്ഥാനമുണ്ട്, രചനകളുണ്ട്, പുരസ്കാരങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്ത് ഒരു പാരഗ്രാഫ് ആക്കി എഴുതുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അതിന് 6 മാർക്കാണ്. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അടുത്തത് ഹൈക്കു. കവിത. ഹൈക്കു ഒരു ചോദിച്ചു. ആദ്യത്തെ ഹൈക്കു എന്താണ്? മാൻ ന മാൻ മേ തേരാ മെഹമാൻ ബനെ ബുട്ടാപ്പ. ആദ്യത്തെ അല്ല, വളരെ എളുപ്പമുള്ളതാണ്. അപ്പൊ ഹൈക്കു കവിതയെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് പറയണം? അത് ജാപ്പാനി കവിത है और इस कविता की विशेषता क्या है? छोटे से उदाहरण, छोटे से बीज के भीतर एक बड़ा वृक्ष सूक्ष्मावस्था में रहता है. उसी तरह അല്ലെ, വലിയ ചെറിയൊരു വിത്തില് വലിയ വൃക്ഷം അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ദോഹയെ പറ്റി പറയുന്നുണ്ടല്ലോ, സത്സയ്യൊക്കെ ദോഹരെ ജോ നാവൊക്കെ തീർ ദേഖനെ മേ ലഗെ ചോട്ടെ ഖാവ് ഖരേ ഗംഭീർ. സസ്സയെ പറ്റി പറയുന്നത് അത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും വലിയ ആഴത്തിലുള്ള മുറിവുണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ കാമ്പുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള വലിയ ആശയങ്ങളുള്ളവയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് ഹൈക്കു കവിതകൾ. അപ്പൊ ആ കാര്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ ജപ്പാനി ലഘു കവിത അതുപോലെ അതിന്റെ വിശേഷതകൾ പറയാം. അതിന് എത്രയാണ്? ആദ്യത്തെ 3 ലൈൻസാണ്. 3 पंक्तियां है और पहली पंक्ति में 5 अक्षर है, दूसरे में 7 और तीसरी में 5. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അതിനുശേഷം അതിന്റെ വ്യാഖ്യയും എഴുതാവുന്നതാണ്. അപ്പൊ അതിന് 6 മാർക്കാണ്. അടുത്ത 23 സഹി മിലാൻ കരി. വളരെ എളുപ്പമുള്ളതാണ്. ആരും ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരിക്കലും ഇത് ഓപ്ഷനായിട്ട് വിട്ടുകളയാൻ പാടില്ല. ഏത് ഈ സഹി മിലാൻ കരി എന്നുള്ളത്. കാരണം അത് 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ കിട്ടാവുന്നതാണ്. അറ്റ്മോസ്ഫിയർ ഏതാണ്? അറ്റ്മോസ്ഫിയർ എന്നുള്ളത് എന്താണ്? വായുമണ്ഡലം എന്ന് പറയും. ആവറേജ് ഔസത്താണ്. അതുപോലെ ബാക്ടീരിയ ജീവാണു, സർട്ടിഫിക്കറ്റ് പ്രമാണപത്ര, എനർജി ഊർജ, പെർസെന്റ് പ്രതിശത, റേഷ്യോ അനുപാത്, വൈറസ് വിഷാണു. 8 മാർക്കാണ്. അപ്പൊ ഈ 8 മാർക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വാക്കുകളൊക്കെ 2-3 ആവർത്തി നിങ്ങൾ വായിച്ചിട്ട് പോയാൽ ഈ 8 മാർക്കും വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ എഴുതാതെ വിടരുത്. ഇത് കാരണം മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം. സുതമുഖ ദേക്കി ജസോദ പുലി. അതായത് മേരെ ലാൽ എന്നുള്ള സൂർദാസിന്റെ പദമാണ് തന്നിരിക്കുന്നത്. മുഴുവനായിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. പതി ദ്വാര ഉപേക്ഷിത ഹോനെ പർ ഭാവാർത്ഥ ലിഖി എന്നാണ് അല്ലെ. അതെ, ഭാവാർത്ഥം. അപ്പം അതിന് 6 മാർക്കാണ്. അപ്പൊ അതിന്റെ സൂർദാസിന്റെ പദമാണെന്ന് പറയാം. സൂർദാസിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. അതായത് അന്തകവിത അല്ല, അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികളുടെ പേര് പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃഷ്ണ ലീലകളുടെ വർണ്ണനയുടെ സവിശേഷതകൾ പറയാം. അതിനുശേഷം വ്യാഖ്യയും അപ്പൊ പറഞ്ഞാൽ മതി. ഇനി 25ാമത്തെ ചോദ്യം. പതി ദ്വാര ഉപേക്ഷിത ഹോനെ പർ മുർക്കി किसी दयालु व्यक्ति से भाड़ा लेकर राजवंदे के पास
राजवंती के हम आश्रय लेती है संकेतों के आधार पर मुखी का आत्मकथांश तैयार करेगी എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സഹായ സംഘം? രാജവന്തി സെ അപ്പനി വ്യഥാ സുനാന, രാജവന്തിയോട് തന്റെ സങ്കടം പറയുന്നു. രാജവന്തി ദ്വാര ആശ്രയദേന, രാജവന്തി ആശ്രയം കൊടുക്കുന്നു. കോട്ടരയ്ക്ക് ചാബി ദേന, മുറിയുടെ താക്കോൽ കൊടുക്കുന്നു. ജീവൻ പർ ചാബി ന ചീനേക്ക വാദാക്കണം, ജീവിതകാലം മുഴുവൻ അവരിൽ നിന്നും ആ താക്കോൽ വാങ്ങിക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു ആത്മകഥ രൂപത്തിൽ ഓർത്ത് എഴുതുന്ന രീതിയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെ പ്രധാന ആ കഥ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് 8 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അടുത്ത 26ാമത്തെ ചോദ്യം, मान ले आपके स्कूल में गणतंत्र दिवस समारोह होने वाला है, उसके लिए एक आकर्षक पोस्टर तैयार करें എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാം, തെറ്റുകൂടാതെ മുഴുവൻ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പോസ്റ്റർ തയ്യാർ. അപ്പൊ ഇത് ഗണതന്ത്ര പോസ്റ്റർ നിങ്ങൾ മറ്റ് താഴ്ന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഫസ്റ്റുകളിലൊക്കെ പോസ്റ്റർ ഉണ്ടാക്കി വിജ്ഞാപനമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു ഗണതന്ത്ര ദിവസമാണ്. അപ്പം നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതാം, ഗണതന്ത്ര ദിവസ സമാരോഹം എഴുതാം, ഡേറ്റ് ജനുവരി 26 എഴുതാം. അതുപോലെ സ്ഥാൻ സ്കൂൾ ഓഡിറ്റോറിയം ആണെങ്കിൽ അത് എഴുതാം, സ്കൂളിന്റെ പേര് എഴുതാം. അധ്യക്ഷനുണ്ടെങ്കിൽ അധ്യക്ഷൻ എഴുതാം, ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അത് എഴുതാം. മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാം അതോടനുബന്ധിച്ച റാലിയോ ഘോഷയാത്രയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിയോഗികളോ മത്സരങ്ങളോ ദേശഭക്തിഗാന പ്രതിയോഗിതയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെല്ലാം മെൻഷൻ ചെയ്യാം. അതൊക്കെ മെൻഷൻ ചെയ്ത് നല്ല ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് ഉള്ള മാർക്ക് എത്രയാണ്? 8 മാർക്കാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത 27ാമത്തെ ചോദ്യം, कितने बच्चे यतीम हो गए, कितनी औरतें बेवा हो गई, बहादुर सफर के पात्र के इस प्रसंग पर युद्ध के भीषण परिणाम विषय पर आलेख तैयार करें. യുദ്ധത്തിന്റെ ഭീഷണ പരിണാമത്തെ ആസ്പദമാക്കി ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു എസ്സേ പോലെ എഴുതുക എന്നുള്ള 8 മാർക്കിന്റെയാണ്. യുദ്ധ കാ വിനാശ്, സാമൂഹിക് ക്ഷതി, ശാന്തി കാ മഹത്വം. ഒരു ജനറൽ എസ്സേ എന്ന രീതിയിൽ കാണാം. അല്ലെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധക്കെ ഭീഷണി വരണം എന്ന് വെച്ചാൽ കൊളാഷ് ഉണ്ടാക്കാൻ നമുക്കുണ്ടായിരുന്നു, പുസ്തകത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വിവിധ ഈ വിഷയങ്ങൾ 3 പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആദ്യം ഒരു ഇൻട്രഡക്ഷൻ എഴുതാം, യുദ്ധത്തിന്റെ പൊതുവായിട്ടുള്ള ആഭീകരതയെ സൂചിപ്പിക്കുന്ന, പിന്നെ ഓരോ യുദ്ധക്കാർ വിനാശ് അതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി ഓരോ പാരഗ്രാഫായിട്ട് എഴുതാം, ഒരു കൺക്ലൂഷൻ അവസാനം എഴുതാം. അങ്ങനെ നല്ലൊരു ആലേഖ ചെയ്യാവുന്നതാണ്. അടുത്ത 28ാമത്തെ ചോദ്യം, तुमने अपने कैदी बाप को खत भेजा, खत क्या भेजा मेरी जान, आंसुनामा था. बेटी के आंसुनामा ने बादशाह के मन को विचलित कर दिया. वे डायरी में अपनी पीड़ा व्यक्त करते हैं. वह डायरी लिखी. അപ്പോൾ ഡയറി എഴുതുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിവാരോं की सोच, दिल्ली वालों के प्रति आकुलता, खत पढ़ने से उत्पन्न दर्द, कैदी हो जाने की വേദന. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതായിരുന്നു ഡയറി എഴുതാനായിട്ടുള്ളത്. അപ്പൊ അത് തന്നെ എഴുതിയാൽ മതി. ഈ പോയിന്റുകളെല്ലാം ആസ്പദമാക്കി ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡേറ്റും സ്ഥലവും ഒക്കെ എഴുതി, സമയമൊക്കെ എഴുതി, അതിന്റെ തുടക്കമുണ്ട്, എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ അവസാനം ഒക്കെ പൂർണ്ണമായിട്ട് പല കാര്യങ്ങളും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചത് അത് തന്നെ എഴുതിയാണ്. അടുത്തത് 29ാമത്തേത്, भविष्य में हमें विश्राम करना या चैन से नहीं बैठना बल्कि निरंतर प्रयास करना है. नेहरू के इस कथन के आधार पर परिश्रम का महत्व विषय पर भाषण तैयार करें. അപ്പോ പരിശ്രമം, കഠിനാധ്വാനം അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ആവശ്യകതയെപ്പറ്റി അല്ലെങ്കിൽ അതിന്റെ നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ പരിശ്രമം ആവശ്യമാണ് എന്നതിനെ വിഷയത്തെ ആസ്പദമാക്കി എഴുതാൻ 8 മാർക്കിന്റെയാണ്. അപ്പോൾ അതിനുള്ള പോയിന്റ് ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതുപോലെ പാരാഗ്രാഫ് ആക്കി തിരിച്ച് ഇൻട്രഡക്ഷൻ വേണം, പിന്നെ അതിന് പാരാഗ്രാഫുകൾ വേണം, കൺക്ലൂഷൻ വേണം. അപ്പൊ എന്താണ് ജീവന്മയം പരിശ്രമക്ക സ്ഥാനം, ജീവിതത്തിലെ പരിശ്രമത്തിന്റെ സ്ഥാനം. ജീത് കി പഹലി സീറ്റി, ഓരോ വിജയത്തിന്റെയും ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ പരിശ്രമത്തിലൂടെയാണ് നമ്മൾ വിജയത്തിലൂടെ എത്തുകയുള്ളൂ.
പരിശ്രമത്തിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഉൾപ്പെടുത്തി ഒരു ജനറൽ ടോപ്പിക് എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത 30ാമത്തെ ചോദ്യം. मान ले दोस्ती फिल्म गीत सुनने के बाद एक छात्र अपने पुराने मित्र को പത്ര लिखता है, वह പത്ര തയ്യാർ करे. ദോസ്തി എന്ന സിനിമ പാട്ട് കേട്ടതിന് ശേഷം തന്റെ സുഹൃത്തിന് എഴുതുന്ന ഒരു കത്ത്, ഒരു അനൗപചാരിക കത്താണ്. അപ്പോൾ കത്ത് എഴുതുമ്പോൾ വേണ്ട കാര്യങ്ങൾ അറിയാലോ. ഡേറ്റ്, സ്ഥാനം, താരീഖ് വേണം, സംബോധന വേണം, പിന്നെ അതിന്റെ മാറ്റർ വേണം, പിന്നെ അവസാനം ആർക്കാണ് എഴുതുന്നത്, പ്രേക്ഷകരുടെ എഴുതുന്ന ആളുടെ പദ വേണം. അപ്പൊ അതൊക്കെ അത് നമുക്കറിയാം. അപ്പൊ അതിൽ ആ എഴുത്തിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദോസ്തിക്ക് ഗുണം, ദോസ്തി കാ മഹത്വം, ദോസ്തി സെ ലാഭം. അപ്പൊ ഈ കാര്യങ്ങൾ മാറ്റർ എഴുതുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യും. ഇനി അടുത്തത് 31ാമത്. അംഗ്രേസി ഖണ്ഡ് കാ ഹിന്ദി മേ അനുവാദ കരി. ഇതും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. The word consists of numerous types of people. The beauty and attraction of this word is in its diversity. This fact is applicable not only in the case of society but also in the case of each and every individual. വാക്കുകൾ അവർ തന്നിട്ടുണ്ട്. വേൾഡ് വിശ്വ, ന്യൂമറസ് ബഹുത്ത്, ഡൈവേഴ്സിറ്റി വിവിധത, ആപ്ലിക്കബിൾ ലാഘുവാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു അനുവാദമാണ്, ഹിന്ദിയിലേക്ക് ഇത് മാറ്റണം. ഇത് വേർഡ് ബൈ വേർഡ് വേണമെന്ന് നിർബന്ധമില്ല, ഇതിന്റെ ആശയമാണ് കിട്ടുന്നത്. അപ്പൊ അത് ഓരോരുത്തർക്കും അവരവരുടേതായ വൊക്കാബുലറിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് മനോഹരമാക്കി മാറ്റാവുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ പരമാവധി ട്രൈ ചെയ്യുക. നമുക്ക് പരമാവധി മാർക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത 32ാമത്തെ ചോദ്യം. बाजार में एक नया तेल केशनी निकला है जो बाल बढ़ने में सहायक है. उसकी बिक्री बढ़ाने के लिए विज्ञापन तैयार है. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ്, അതായത് ഒരു കേശതൈലം അല്ലെങ്കിൽ ഹെയർ ഓയിൽ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പേരൊക്കെ നമുക്ക് ഇടാം. അതിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പരസ്യ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലെ ഉണ്ടാക്കുക. അപ്പൊ അതിൽ എങ്ങനെയാണ്, നമ്മൾ നോട്ടീസ് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താണ്, അതിന്റെ പോയിന്റ്സ് കൊണ്ട് തന്നിട്ടുണ്ട്. 4 ഹഫ്തോമേം ബാൽ ലംബ, 4 ആഴ്ച കൊണ്ട് മുടി നീളം വയ്ക്കും. ഔഷധീയ ഗുണവാല, ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. കീമത്ത് കാ സഹി ഫായദ, നമ്മുടെ മൂല്യത്തിന് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ഈ കാര്യം ഒക്കെ ഉൾപ്പെടുത്തി ആ ഇതിൽ വരാം. അപ്പൊ നല്ല ഒരു അഡ്വർടൈസ്മെന്റ്, അങ്ങനെ ഒരു പടമൊക്കെ വരയ്ക്കാം. ഒരു കുപ്പിയുടെ പടം, ഹെയർ ഓയിലിന്റെ പടം, അതിന് നല്ല ക്യാപ്ഷൻസ് കൊടുക്കാം. ഈ പറഞ്ഞതിൽ കുറച്ച് ക്യാപ്ഷൻ അതെല്ലാം നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഏറ്റവും ആകർഷകമായ രീതിയിൽ കളറൊക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അട്രാക്റ്റീവായ രീതിയിൽ നല്ല ആളുകളെ ആകർഷിക്കത്ത രീതിയിൽ വിജ്ഞാപനം ഉണ്ടാക്കുക. അപ്പോൾ അതിന് 8 മാർക്കാണ്. അടുത്ത 33ാമത്തെ ചോദ്യം. भाषा भावों की अभिव्यक्ति का सशक्त माध्यम होती है. आज विश्व की एक प्रमुख भाषा के रूप में हिंदी उभर रही है. विश्व भाषा के रूप में हिंदी का प्रचार प्रसार विषय पर निबंध तैयार करेंगे. संसार की सबसे बड़ी भाषाओं में एक, सांस्कृतिक विकास में सहायक, विश्व सौहार्द का संवाहक, बोलचाल में आसान. ഇത് ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതിന്റെ വളർച്ചയെപ്പറ്റിയുള്ള ഒരു പ്രസംഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഴുതാനുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ നമുക്ക് നിബന്ധ രീതിയിൽ എഴുതിയാൽ മതി. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണിത്. അപ്പൊ അത് മുഴുവൻ മാർക്കും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തത് അംഗ്രേസി സമ്പാദക ഹിന്ദിമേ അനുവാദകരി. നമുക്കൊരു സംഭാഷണം ഇംഗ്ലീഷിൽ അവിടെ തന്നിരിക്കുകയാണ്. രവി, വിച്ച് പീരിയഡ് ഈസ് ഇറ്റ് നൗ? രാജു, നൗ ഇറ്റ് ഈസ് ഹിന്ദി. രവി, yesterday our teacher taught the Hindi lesson Madhubhumi. Rajan, how was it? It was an interesting poem about beauty of our country. Raju, who was the author of this poem? Ravi, famous Hindi poet Sri Maithili Sharma. Raju, okay, thank you. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വാക്കുകളോട് തന്നിട്ടുണ്ട്. പീരിയഡ് കാലാംശ്, ടോട്ട് സിഖായ, ഇൻട്രസ്റ്റ് ദിൽചസ്പ്, ഓദർ രചനാകാർ, ഫേമസ് വിഖ്യാത്. അപ്പോൾ ഈ വാക്കുകൾ വെച്ച് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് അനുവാദം ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത് 8 മാർക്കാണ് ഇതിനുള്ളത്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്, ഇതിൽ 160 മാർക്കിന്റെ ചോദ്യമാണ് മൊത്തത്തിലുള്ളത്. അതിൽ 80 മാർക്ക് മതി നമുക്ക് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏറ്റവും സമയം കുറച്ച് ഈ 2.5 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കുക, 80 മാർക്കിനുള്ളിൽ എഴുതി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുമ്പ് വർഷങ്ങളിൽ അല്ലെ ഫസ്റ്റ് ഇയറിൽ എഴുതിയ പോലെയല്ല ഈ വർഷം. അപ്പോൾ ഇതിലെ ഫോക്കസ് പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ 80 മാർക്കിനുള്ളത് നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് പഠിച്ചില്ലേ പോലും ഇവിടെ ഫോക്കസ് പോയിന്റിൽ നിന്ന് 134 മാർക്കിന്റെ ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോക്കസ് പോയിന്റ് മാത്രം പഠിച്ചാൽ പോലും നമുക്ക് 80 കൂടുതൽ, അതിന് 80 മുഴുവനും അടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉള്ള പല ഭാഗങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ പരീക്ഷയ്ക്ക് ഫോക്കസ് പോയിന്റിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് എഴുതി പഠിക്കുവാനും, അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ അത് എഴുതി പഠിക്കുവാനും, അങ്ങനെ ആൻസർ പേപ്പറിൽ ഭംഗിയാക്കി മുഴുവൻ മാർക്കും വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. അപ്പോൾ വരുന്ന പരീക്ഷയിൽ ഭംഗിയായി പഠിച്ച് മുഴുവൻ മാർക്കും എല്ലാവരും ഹിന്ദിക്ക് വാങ്ങിക്കണം. അങ്ങനെ പരീക്ഷയ്ക്ക് നല്ലൊരു വിജയം, ഹിന്ദി മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഭാവിയിലും നല്ല വിജയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിലെ നിങ്ങളുടെ ആഗ്രഹങ്ങളനുസരിച്ച് നിങ്ങളുടെ ഭാവിയിൽ എന്താണോ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത് അതായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.